എല്ലാവർക്കും നമസ്കാരം. റണാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആലു പറാട്ട ഉണ്ടാക്കാം. ആലു പറാട്ട ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ ആലു പറാട്ട നമ്മളെല്ലാവരും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സ്റ്റഫിങ് ശരിയാവാറില്ല, മാവ് റെഡിയാക്കുമ്പോൾ ശരിയാവാറില്ല. അപ്പോൾ ആലു പറാട്ട ചിലപ്പോഴൊക്കെ നമ്മുടെ കൈയിട്ട് പോവാറുണ്ട്. അപ്പോൾ അതൊക്കെ സ്റ്റിക്കിവായിട്ടിരിക്കും. നമ്മൾ സ്റ്റഫിങ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പോഴൊക്കെ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ആലു പൊറോട്ട ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആലു പൊറോട്ട ഒരു കംപ്ലീറ്റ് മീലാണ്. ഇത് കഴിച്ചാൽ വിശപ്പ് കുറേ നേരം ഉണ്ടാകത്തില്ല. കുട്ടികൾക്ക് കൊടുക്കാൻ ബെസ്റ്റാണ്. നമുക്കിത് തൈരിൻ്റെ കൂടെ പിക്കിളിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഞാനിവിടെ 1 കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടും. അത് കഴിഞ്ഞിട്ട് ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് ഇത് കുഴച്ചെടുക്കുക. അല്പമായിട്ട് വെള്ളം തളിച്ച് വേണം ഇത് കുഴച്ചെടുക്കാൻ. പുട്ടിന് നനയ്ക്കുന്നത് പോലെ ചെറുതായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് എല്ലായിടത്തും വളരെ സോഫ്റ്റായിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വെള്ളം എല്ലായിടത്തും. അതിനുശേഷം കുറച്ച് ബലം കൊടുത്ത് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാനും ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. കുറച്ച് വെള്ളം ചേർത്ത് ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. ആദ്യമേ ബലം കൊടുത്ത് കുഴച്ചാൽ മാവ് അവിടെ ഇവിടെയൊക്കെ ഹാർഡായി പോകും. അപ്പോൾ ഇത് സ്റ്റഫിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 2 മണിക്കൂർ നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്, തണുത്തിരിക്കുകയാണ്. ഇനി ഇത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സെൻട്രൽ പാർട്ടൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ എല്ലാം സോഫ്റ്റാണ്, നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കണം. മാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഒട്ടും ലംസ് ഇല്ലാതെ പൊടിച്ചെടുക്കണം. എന്നാലേ നമ്മുടെ സ്റ്റഫിങ് നമുക്ക് ശരിയാവുള്ളൂ. അപ്പോൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഉടച്ചെടുക്കുക. അതിനുശേഷം ഉപ്പ്, ജീരകപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പുളി ഇതിന് ആവശ്യമുണ്ട്. പുളിയുടെ ഫ്ലേവർ വേണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കുക. ആംചൂർ പൗഡറൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. ആംചൂർ പൗഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോമഗ്രാനൈറ്റ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 2 തുള്ളി നാരങ്ങ നീര് ചേർത്താലും മതി. കുറച്ച് പുളി വേണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് പച്ചമുളകും മല്ലിയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ലം ഫ്രീ ആയിരിക്കണം, ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്ത് ആയിരിക്കണം. ഇനി നമുക്കിതിനകത്ത് പച്ചക്കറി ചേർക്കണമെങ്കിൽ കുറച്ച് വഴറ്റിയിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷമേ പച്ചക്കറി ചേർക്കാവൂ, അല്ലെങ്കിൽ ഇത് മാവ് സ്റ്റഫിങ്ങിന് ചൂട് പാടില്ല. അതുകൊണ്ട് തണുത്തതിന് ശേഷം മാത്രം എണ്ണയിൽ വഴറ്റിയ പച്ചക്കറി അല്പം ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത പച്ചക്കറി വേണം ചേർത്ത് കൊടുക്കാൻ. ആ പച്ചക്കറി ചേർക്കുന്നുണ്ടെങ്കിൽ. ഇപ്പം ഞാനിവിടെ ഒരു പ്ലെയിൻ പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിരിപ്പോണ്ട് 2 തുള്ളി എണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആവും നമ്മളുണ്ടാക്കുന്ന പൊറാട്ട. അപ്പം ഞാനിവിടെ ഒരു പൂരിയുടെ വലിപ്പത്തിൽ ഒന്ന് സ്റ്റഫിങ് റെഡിയാക്കാനായിട്ട് മാവ് പരത്തുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് വലിപ്പത്തിലുള്ളൊരു പൂരിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. സ്റ്റഫിങ് അതിനകത്ത് നിൽക്കണം, അത്രയും ശ്രദ്ധിച്ചാൽ മതി. മുഴുവനായിട്ട് സീലാവണം, എന്നാലേ സ്റ്റഫിങ് അകത്ത് നിൽക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ പൊറാട്ടയും നല്ല ഫ്ലഫി ആയിട്ട് വരണമെങ്കിൽ സ്റ്റഫിങ് എപ്പോഴും അതിനകത്ത് കവറായിരിക്കണം. അതുപോലെ പൂരിക്ക് നല്ല തിക്നെസ്സും വേണം, എന്നാലേ നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനി ഡ്രൈ മാവിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒട്ടും പ്രഷർ കൊടുക്കാതെ വളരെ ജെന്റിലായിട്ട് പരത്തിയെടുക്കുക. കൂടുതൽ പ്രസ് ചെയ്താൽ ഈ സ്റ്റഫിങ് പുറത്തേക്ക് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒട്ടും ബലം കൊടുക്കാതെ പരത്തിയെടുക്കുക. ഇനി വേറൊരു മെത്തേഡിലും നമുക്ക് ഈ സ്റ്റഫിങ് റെഡിയാക്കാം. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ 2 വലിപ്പത്തിൽ ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി തന്നെ ഉണ്ടാക്കണം, ചപ്പാത്തിയുടെ ഷേപ്പിൽ തന്നെ പരത്തണം. അപ്പോൾ ഒരു ചെറിയ ചപ്പാത്തിയും ഒരു വലിയ ചപ്പാത്തിയും ഉണ്ടാക്കാം. ചപ്പാത്തിയല്ല, ചപ്പാത്തിയുടെ മാവിൽ പരത്തിയെടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ സ്റ്റഫിങ് ഇതിനകത്ത് വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. സ്റ്റഫിങ് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ആദ്യമായിട്ടൊക്കെ ആലു പറാട്ട ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതായിരിക്കും നല്ല ഫേവറബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ്. സ്റ്റഫിങ് ഒന്നും പുറത്തേക്ക് പോവാതെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി
ചെറിയ ചപ്പാത്തി വെച്ചതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റമെല്ലാം ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് ഡ്രൈ മാവിൽ മുക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഒട്ടും ബലം കൊടുക്കാതെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പം ഞാനിവിടെ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചപ്പാത്തി ഒരല്പം വലിപ്പം കൂടുതലാണ്. അപ്പോൾ ചപ്പാത്തിയുടെ വലിപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ചെറുതും ആക്കാം അല്ലെങ്കിൽ വലുതാക്കാം. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഒട്ടും ബലം കൊടുക്കാതെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ സ്റ്റഫിങ് പുറത്തേക്ക് പോകാതെ സൂക്ഷിച്ച് പരത്തണം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ചപ്പാത്തി ഇതിൻ്റെ വലിപ്പം ഇച്ചിരി കൂടുതലാണ്, അതുകൊണ്ട് ഷേപ്പും ഇല്ല. അതുകൊണ്ട് ഒന്ന് ഷേപ്പ് കൊടുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മാത്രമല്ല ഇവിടുന്ന് ഇതിൻ്റെ എഡ്ജസിലൊന്നും സ്റ്റഫിങ്ങും ഇല്ല, അപ്പോൾ അത് വേസ്റ്റ് ആവാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ നല്ല റൗണ്ടിനൊക്കെ ചപ്പാത്തി പരത്തി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ആലു പൊറോട്ട. ഇനി ഒരു തവ ചൂടാക്കിയിട്ട് ഒരു 30 സെക്കൻഡ് നേരത്തേക്കെങ്കിലും നമുക്ക് ഈ പൊറോട്ട അതിനകത്ത് ഇട്ട് കൊടുക്കണം, മീഡിയം ഫ്ലെയിമിൽ. ഇതുപോലെ ബബിൾസ് ഒക്കെ വരണം. അതിനുശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നാലേ നല്ല ഫ്ലഫി ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അടിയിൽ ഇതുപോലെ ഗോൾഡൻ സ്പോട്ട്സ് ഒക്കെ വന്നതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാവൂ. അതിനുശേഷം എണ്ണയോ നെയ്യോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മരിച്ചെടുക്കുക 2 സൈഡും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പൊറോട്ട റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മാവ് കുഴയ്ക്കുമ്പോഴും സ്റ്റഫിങ് റെഡിയാക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്കിതുപോലെ നല്ല പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് തണുത്തതിന് ശേഷം മാത്രമേ പാക്ക് ചെയ്യാവൂ, അല്ലെങ്കിൽ ഈർപ്പം അടിച്ചിട്ട് ഇത് കുതിർന്ന് പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ ഇത് തണുത്തതിന് ശേഷം മാത്രം കൊടുത്തു വിടുക, പാക്ക് ചെയ്യാം ലഞ്ച് ബോക്സിൽ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ. ജറാനാസ് കിച്ചൺ എന്ന് പറഞ്ഞ FB പേജും ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജറാനാസ് കിച്ചൺ. ബൈ ബൈ.